എല്ലാവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് വീഡിയോ ഇട്ടായിരുന്നു. നമ്മൾ തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായി വന്ന് നിങ്ങളുടെ സർവ്വ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തിയ ആ ഒരു തേർഡ് പാർട്ടി അവരുടെ കർമ്മ അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, മാനസികാവസ്ഥയും സാഹചര്യവും ഒക്കെ പരിശോധിക്കുന്ന തരത്തിലുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 റീഡിംഗ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ കരുതാം. അപ്പോൾ ഇത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ കാര്യവും എല്ലാവർക്കും 100% മാച്ച് ആവണമെന്നില്ല. നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് യോജിക്കാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് റെസണേറ്റ് ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഒരു തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു റീഡിംഗ് ഒന്ന് കാണുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു മാറ്റം നിങ്ങളുടെ ബന്ധത്തിൽ വരട്ടെ, നിങ്ങളുടെ വ്യക്തിക്കൊരു തിരിച്ചറിവ് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ജനറൽ റീഡിങ്ങിനോടൊപ്പം ഇതൊരു ഏജ്ലെസ് അല്ലെങ്കിൽ ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴും കാണുന്നു അപ്പോഴത്തോളം നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതാണ്. ഇന്ന സമയമൊന്നുമില്ല, നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കുറച്ച് കാർഡ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് ജസ്റ്റ് കിടക്കാം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റീഡിങ് ചെയ്തപ്പം മനസ്സിലായി, നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ നശിപ്പിച്ച ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കടുത്ത മാനസിക വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് 3 ഓഫ് സോഡ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ആദ്യത്തെ കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ മനസ്സമാധാനമൊന്നുമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ നിങ്ങൾ അനുഭവിച്ച അതേ വേദനയിലൂടെയോ അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു മാനസികാവസ്ഥയിലൂടെയോ അവർ കടന്നു പോകുന്നതായിട്ടാണ് ഈ ഒരു 3 ഓഫ് സോഡ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ അവരെ നല്ല സംശയമുണ്ട്. അവരൊരു ബ്ലാക്ക് മാജിക്കിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തതായിട്ട് കാണുന്നത്. ഒരുപാട് ക്ഷുദ്രപ്രവർത്തികൾ ചെയ്ത്, വളരെ കൂടോത്രം അതുപോലെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, അതായത് ഫിസിക്കലായിട്ടും അവരുടെ മെറ്റീരിയലിസ്റ്റിക്, അതായത് സാമ്പത്തികപരമായ നേട്ടത്തിനും വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായ്മ ചെയ്തതായിട്ടും കാണുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ്, അതിൻ്റെ എഫക്റ്റിൻ്റെ ആ ഒരു കാഠിന്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് ബ്ലാക്ക് മാജിക് ചെയ്തതിൻ്റെ. അപ്പം നമുക്കറിയാം, ഒരു ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അഥവാ നേടിയാലും ആ ഒരു നേട്ടം ശാശ്വതമല്ല. ഇപ്പോൾ ഇവർക്ക് ഭയങ്കര കുറ്റബോധമുണ്ട് ആ ഒരു തേർഡ് പാർട്ടിക്ക്. അതായത് നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പാർട്ടിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാവാം, ആരുമാവാം, ഹസ്ബൻഡാകാം, വൈഫാകാം, ആ ഒരു വ്യക്തിയും തമ്മിൽ കടുത്ത മാനസിക സംഘർഷമുണ്ട്. അവർ തമ്മിൽ ഒന്നിച്ചൊക്കെയാണ് ജീവിക്കുന്നെങ്കിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർ തമ്മിൽ വഴക്കുണ്ട്, ശാരീരിക ഉപദ്രവം വരെ ഈ ഒരു തേർഡ് പാർട്ടി ഏൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ മാനസിക പീഡനങ്ങളും അവർ ഏൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ഒരു ആത്മഹത്യയെപ്പറ്റി വരെ ഇപ്പം ചിന്തിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി. അവർക്കും ജീവിക്കണമെന്ന് പോലുമില്ല, അത്രത്തോളം ആ ഒരു വ്യക്തി ദുർഘട സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അവർ പ്രതീക്ഷിച്ച ആ ഒരു ഹൈപ്പൊന്നും ഇപ്പം നിങ്ങളുടെ വ്യക്തിയായിട്ട് അത്രത്തോളം ഹൈപ്പൊന്നും ആ ഒരു ലൈഫിന് കിട്ടുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ജീവിതം വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കാം അവർ നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തത്. അതായത് ദുഷ്ടചെയ്തികളിലൂടെ, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കിയത്. അപ്പം അതിലൊക്കെ ഇപ്പോൾ അവർക്കൊരു കുറ്റബോധമുണ്ട്. അതുപോലെ അവർക്ക് പ്രതീക്ഷിച്ച ഒരു സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും
അവർക്ക് അത് ആ ഒരു ബന്ധത്തിൽ ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിഞ്ഞു തുടങ്ങി ഇവരുടെ യഥാർത്ഥ സ്വഭാവം, മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക സംഘർഷമാണ് ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നത്. അവരൊരു മരണത്തിൻ്റെ വക്കിലായിട്ടാണ് കാണുന്നത്. അതുപോലെ അത്രത്തോളം മെൻ്റൽ പെയിൻ ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ചതിൻ്റെ 10 മടങ്ങ്, സമാനമെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ 10 മടങ്ങ് വേദന അവരനുഭവിക്കുന്നുണ്ട്. അതാണ് ഒരു 3 ഓഫ് സോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് അവരുടെ ബന്ധത്തിൽ ഒരു വിള്ളലുകൾ വീണതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ബന്ധം ഒരു സംശയത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി സംശയത്തിൽ വന്നിട്ടുണ്ട്, സംശയിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അങ്ങനെയാണ്. അതായത് തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാൻ പോകുന്നതെന്നാണ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിന് വലിയ രീതിയിലുള്ളൊരു മാറ്റം വരും. അങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഡെവിൾ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് പാർട്ടി, നിങ്ങളുടെ ബന്ധത്തിൽ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്ന ഒരു തേർഡ് പാർട്ടി, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ഒരു വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്ന ഒരു തേർഡ് പാർട്ടി അമിതമായ സ്വാർത്ഥതയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു, കൂടെ ഒരാളായിട്ട് കണ്ടു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ളൊരു സംശയമൊന്നും ഉണ്ടാക്കാതെയാണ് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു ബന്ധമൊക്കെ സ്ഥാപിച്ചത്. നിങ്ങൾ വളരെ വൈകിയായിരിക്കും ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത സ്വാർത്ഥതയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നവരാണ്. അതായത് ആ ഒരു ബന്ധത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെയും തമ്മിലുള്ള ബന്ധത്തിലേക്ക്, നിങ്ങൾക്കിടയിലേക്ക് വന്നത് ഒരു സ്നേഹം കൊണ്ടല്ല, പക്ഷെ അതിന് മറിച്ച് അവർക്ക് എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ കെണിയിൽ ഇപ്പോൾ അവർ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷേ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ ഒരവസ്ഥ, അവർ തന്നെ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീണ ഒരവസ്ഥയാണ്. ഇപ്പോൾ അവർ ആ ഒരു ബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ അവർ ഒരുപാട് മറ്റുള്ളവരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇതിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരോട് പറയുമ്പോഴും അവരങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അവർ ഉള്ളിൽ അവർ നീറി ജീവിക്കുകയാണ്. അവർക്ക് ജീവിക്കണമെന്ന് പോലും താല്പര്യമില്ല. അവരുടെ ലൈഫ് അവസാനിപ്പിക്കാൻ അവർ പണ്ടേ പലവട്ടം ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് അവരുടെ ജീവിതം. അതുപോലെ ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് കടുത്ത പശ്ചാത്താപമുണ്ട്. ഇപ്പം നിങ്ങളോട് ചെയ്തു പോയതിൽ, ചെയ്തികളിൽ, ഇതൊരു കൂട്ടം വ്യക്തികൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു റിഗ്രറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു പശ്ചാത്താപം, അതായത് നിങ്ങളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം നിങ്ങളുടെ വ്യക്തിയെയും തേർഡ് പാർട്ടിയെയും എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു കടുത്ത പശ്ചാത്താപവും മാനസിക വേദനയൊക്കെ വരുന്നത്. അതുപോലെ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് അവരോട് ഒരു ദേഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയോട് ഈ ഒരു തേർഡ് പാർട്ടി വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒന്നിലധികം ബന്ധങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാൻ ഈ ഒരു നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. അവരുടെ കള്ളത്തരങ്ങൾ മൊത്തം, ഈ ഒരു തേർഡ് പാർട്ടിയുടെ കള്ളത്തരങ്ങൾ മൊത്തം മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസവഞ്ചന, അവർ കടുത്ത വിശ്വാസവഞ്ചന നിങ്ങളുടെ വ്യക്തിയോട് കാണിച്ചതായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെയാണ് അവർ തമ്മിലുള്ള ബന്ധത്തിലൊരു വിള്ളലുണ്ടായിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു 10 ഓഫ് സോഡും ഡെത്ത് കാർഡും ഒരുമിച്ച് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ആഴ്ച തന്നെ എൻഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ലാസ്റ്റ് സിറ്റുവേഷനിലേക്ക് എത്തി. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അതായത് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയെന്നാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതിൻ്റെ പാരമ്യതയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. 10 ഓഫ് സോഡും ഡെത്തും അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. അതുപോലെ ഇനി അവർക്ക് അനുഭവിക്കാനൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ജീവിതത്തിൽ അവർക്ക് മരിച്ചാൽ മതി, അതാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ. അവർ അത്രത്തോളം ഇതിന് പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്കിനി ഒരു ലൈഫ് വേണ്ട എന്നാണ് അവർ ചിന്തിക്കുന്നത് തേർഡ് പാർട്ടി.
അതുപോലെ തന്നെ അത്രത്തോളം അവർ മാനസിക വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അവർക്ക് ഈ ഒരു ബന്ധം കൊണ്ട് രണ്ട് വ്യക്തികൾക്ക് അനുഭവിക്കാനൊന്നുമില്ല. സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെട്ടു. ആ ഒരു വ്യക്തിയുടെ മുന്നിൽ, എല്ലാവരുടെ മുന്നിലും, ബന്ധുക്കാരെയും വീട്ടുകാരെയും എല്ലാവരുടെയും മുന്നിൽ ആ ഒരു വ്യക്തിയും തേർഡ് പാർട്ടിയും നാണം കെട്ടതായിട്ട് കാണുന്നുണ്ട്. അതായത് നാണം കെട്ടൊരു പര്യവസാനമാണ് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻ മൂലം നിങ്ങളുടെ വ്യക്തിക്കും, അതായത് ആ ഒരു തേർഡ് പാർട്ടിക്ക് ഉണ്ടാകുന്നത്. തെറ്റായ ബന്ധം, അവിഹിത ബന്ധം അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ അതെന്താണ്, ഒരു നാണക്കേടിലേക്കാണ് വന്ന് അവസാനിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ടോപ്പിൽ വന്ന ഒരു കാർഡ് ഒരു ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് പറയുന്നത്, നമുക്ക് പറയാം, നിങ്ങൾക്കൊരു നീതി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കർമ്മഫലമാണ് അവർ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തി അവർ അനുഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കർമ്മഫലം അവരെ തേടി എത്തിക്കഴിഞ്ഞതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരാളുടെ കണ്ണീരിൽ കെട്ടിപ്പടുത്ത സന്തോഷം അധികകാലം നിൽക്കില്ലെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവർ രണ്ടുപേരും തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ ശരിയെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ദൈവവിശ്വാസവും നിങ്ങളുടെ ആ ഒരു സത്യസന്ധതയും കൊണ്ട് തന്നെയാണ് ഈ ഒരു നിങ്ങളുടെ കണ്ണീരിൽ ചവിട്ടിയാണ് അവർ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ തട്ടിയെടുത്തത്. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് സത്യമുള്ള വ്യക്തികളായിരിക്കും. അപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് മറ്റൊരാളുടെ കണ്ണീരിൽ കെട്ടിപ്പടുത്ത സന്തോഷം അധികകാലം നിലനിൽക്കില്ലെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്, ആ ഒരു തേർഡ് പാർട്ടി. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാന കണ്ടെത്തലുകൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലായത്, നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ വ്യക്തിക്ക് ഇടയിൽ വന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയക്കുന്നുണ്ട്, അവർ പേടിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പര്യവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയായിരിക്കും, ഒരു വലിയ ഇഷ്യൂസിലായിരിക്കും ഇന്ന് കലാശിക്കുന്നത് ഈ ഒരു ബന്ധം. അതിലവർക്ക് ഭയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ എത്രയൊക്കെ പറഞ്ഞാലും അവർ ഇറങ്ങിപ്പോന്നു. ഇപ്പോൾ അവരാകെ നാണം കിട്ടും. അവർക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തല്ലുകൊണ്ടാലും അവർക്ക് അവരുടെ കൂടെ ജീവിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനും ഒരു വിലയില്ലാത്ത രീതിയിലേക്ക് ആക്കി തീർത്തൊരു ബന്ധമായി ഈ ഒരു ബന്ധം. അതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി അവരെ ഉപേക്ഷിച്ച് പോകുമെന്ന് അവർക്കൊരു ഭയമുണ്ട്. അതവരെ ഭയങ്കരമായിട്ട് ഭീതിയിലാഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലായതാണ്, ഇത്രയും കാർഡുകളിൽ നിന്ന്, ഈ ഒരു റീഡിങ്ങിൽ നിന്ന്. അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ മുൻപത്തെ പോലെ ഒരു ആത്മബന്ധമില്ല, ഒരു തരത്തിലുള്ള ആത്മബന്ധവുമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞു, അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ആത്മബന്ധവുമില്ല. നിരന്തരമായ തർക്കങ്ങളും സംശയങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അതായത് തേർഡ് പാർട്ടി ഒരു കള്ളത്തരം കാണിച്ചിട്ടുള്ളതായിട്ട് അവർക്കറിയാം. ഒരു ചതിയിലൂടെയാണ് നിങ്ങളെ വഞ്ചിച്ചു, അവരെയും വഞ്ചിച്ചു, അതോടൊപ്പം നിങ്ങളെയും വഞ്ചിച്ചു, അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും. അതായത് ഒരു ചതിയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയെ തേർഡ് പാർട്ടി തട്ടിയെടുത്തെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ചതിയിലൂടെ കിട്ടിയൊന്നും നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. അതും ഞാൻ നിങ്ങളോട് തരുന്നൊരു അഡ്വൈസാണ്, നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളതാണ്. ചതിയിലൂടെ നമ്മൾ നേടുന്ന ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ അവർ തമ്മിൽ കടുത്ത വാക്കുതർക്കങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി സൂയിസൈഡ്, പലതരത്തിലുള്ള ജീവിതം അവസാനിപ്പിക്കാനൊക്കെ ശ്രമിച്ചതായിട്ടൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കാർഡ് എടുത്തപ്പോൾ മനസ്സിലായതൊക്കെ. അതുപോലെ ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇതിൽ നിന്നൊന്ന് എങ്ങനെയെങ്കിലും തലയൂരിപ്പോയാൽ മതിയെന്നായി, അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയുണ്ട്. അതുപോലെ അവർക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ, കടുത്ത മാനസിക സംഘർഷത്തിലേക്കാണ് ആ ഒരു വ്യക്തി പോകുന്നത്. അല്ലെങ്കിൽ അവർക്കൊരു സാമ്പത്തികപരമായ തിരിച്ചടി. ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടായിരിക്കണം ഇവർ ജീവിച്ചിരുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത്രയും നാൾ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടായിരിക്കണം ഈ ഒരു തേർഡ് പാർട്ടി ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അവർക്കൊരു 10 പൈസ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ളൊരു സഹായം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തി കൊടുക്കുന്നില്ല. ഒരു സ്നേഹവും ഇല്ല, അവിടെ ഒരു കരുതലും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. അവർക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിവ് വരുന്നുണ്ട്. നിങ്ങളായിരുന്നു ശരിയെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരെ ഭീതിയിലാഴ്ത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ ഈ ഒരു വ്യക്തി മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് തേർഡ് പാർട്ടിക്ക് കടുത്ത മാനസിക വേദന, അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരു വിരസത തോന്നുന്നുണ്ട്. ജീവിക്കണ്ട എന്ന് വരെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത മാനസിക വേദനയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ വേദനിപ്പിച്ച് നേടിയെടുക്കുന്നതൊന്നും നമ്മുടെ ലൈഫിൽ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ
ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അവരുടെ കർമ്മഫലം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചോ അവരെക്കുറിച്ചോ ഒന്നും ഓർക്കണ്ട. നിങ്ങൾ എന്താണ് വിഷമിക്കാതെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് മനോഹരമാക്കാമെന്ന് ചിന്തിക്കുക. ദൈവം നിങ്ങൾക്കായി ഇതിനും നല്ലൊരു വഴി ഒരുക്കിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തി തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ്സൊക്കെ കാണുക. നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള റീഡിങ്സ് മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. തീർച്ചയായും നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്ത ഒരു തേർഡ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എൻഡ് ആവുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്. ഞാൻ മുൻപത്തെ ഒരു റീഡിങ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം ഇതാണ്. തീർച്ചയായും ആ ഒരു വ്യക്തിക്ക് ചില തിരിച്ചറിവുകൾ വന്നിട്ടുണ്ട്. അത് വരാൻ പക്ഷേ അവർ ഒരുപാട് സമയമെടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വീണ്ടും ഒരു റീഡിങ്ങിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരേ കൃഷ്ണ.